എല്ലാരും പോയി കാണണം. നമ്മുടെ മൂവി തന്നെ അടിപൊളി. നല്ല വെറൈറ്റി ഒരു ആക്ഷൻ മൂവി. പ്രേക്ഷകർ ഇതിപ്പോ കാണാൻ പോകുന്നുള്ളൂ. എല്ലാരും നല്ല ഇതാണ് പറഞ്ഞത്, റിവ്യൂ നല്ല ഇതാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അവരുടെ അടുത്ത് ചോദിക്കും, എന്തായാലും ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, അവരുടെ അടുത്ത് ചോദിക്കും. എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും, ടൈം ലൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലറാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യണം എന്നാണ് എപ്പോഴും ആഗ്രഹം. അപ്പൊ അതിനുള്ളൊരു ശ്രമം കൂടിയാണ് ഈ സിനിമ. പുഷ്പവിമാനം നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിലുണ്ട്. അപ്പൊ എല്ലാവരും കാണും, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വല്ലപ്പോഴാണ് സിനിമ വരുന്നത്, എന്റെ കുറച്ച് ടൈമിൽ വരുന്നത്. ടൈം ട്രാവൽ അല്ലടാ, ടൈം ലൂപ്പ്. കണ്ടില്ലായിരുന്നു അവിടെ? ഓക്കെ അഭിപ്രായം ചോദിച്ചിട്ട് കയറും. അഭിപ്രായം എന്താ കിട്ടിയത്? നല്ലതാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ കാണും, കണ്ടിട്ട് അഭിപ്രായം. ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ, കുറച്ച് ഓട്ടം പരിപാടികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എല്ലാരും എൻഗേജ് ആയിട്ടാണ് ഇരുന്നുള്ളതാണ് മനസ്സിലായത്. ത്രില്ലിംഗ് എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടിയെന്നുള്ളതാണ്. ഏതാ പാർക്കോർ? ഞാൻ നേരത്തെ പഠിക്കുന്നുണ്ടായിരുന്നു, അതിന്റെ ബേസിക് പരിപാടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയും വന്നപ്പോൾ അതിന്റെ കൂടെ ഒരുമിച്ച് പഠിച്ചു. ചില മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പാർക്കോറിന്റെ ഇതൊക്കെ. സിനിമ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതായത് BGM ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഫാന്റസി കഥ പോലെയാണ്. അതായത് ബേസിൽ ജോസഫും സിജു വിൽസനൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സിജു വിൽസന്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ, ആക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്റർ വാച്ചുമായിട്ട് തോന്നി. അത് അതിന്റെ BGM ഒക്കെ കേൾക്കുമ്പോൾ നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കഥ, അത് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു കഥയാണ്. കാരണം ക്ലൈമാക്സിൽ വരുമ്പോ ഒരു സീൻ തന്നെ 3 തവണ കാട്ടുന്ന പോലെ അത് പടത്തിന്റെ ഒരു മേക്കിംഗ് അങ്ങനത്തെ രീതിയിലാണ്. അപ്പൊ അത് കണ്ട രസമായിട്ട് തോന്നി. ഒരു ഡിഫറെന്റ് തീമായിരുന്നു. നമ്മൾക്ക് ഇംഗ്ലീഷിലും തമിഴിലൊക്കെ കണ്ടുവരുന്ന ഒരു തീമുണ്ടല്ലോ, ടൈം ട്രാവൽ. അങ്ങനത്തെ ഒരു സംഭവം പുതിയതായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ നല്ല ആണ്. കാരണം ഇപ്പോഴത്തെ പുതിയ ഡയറക്ടേഴ്സ് ചെയ്യുന്ന ആ ഒരു പുതിയൊരു അപ്രോച്ച്, ഐ റിയലി ലവ് ഇറ്റ്. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ, ഞാൻ പറയുമ്പം ആ ഒരു ഓൾഡ് തോട്ട്സും വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ഇവർ അതിലും മുന്നോട്ട് പോകുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടു ദ ന്യൂ കമേഴ്സ്. ഏതിനു പറഞ്ഞ ശ്രീജു ഫെന്റാസ്റ്റിക്. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കാണുന്ന ഒരു വളരെയധികം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം. ആൻഡ് ഹി ഹാസ് ഡൺ പെർഫോംഡ് വെരി വെൽ. എല്ലാവരും, അതുപോലെ തന്നെ ബാലു അല്ലേ മറ്റത്, ഈ ആൾസോ ഡിഡ് എ വണ്ടർഫുൾ ജോബ്. ആക്ഷൻ ഓറിയന്റഡ് ആൻഡ് എന്റർടൈൻമെന്റ്, അതാണ്, ചിന്തിക്കൊന്നും വേണ്ട. പെർഫോമൻസ് അടിപൊളിയാണ്. ACP ആയിട്ട് വന്ന പുള്ളി അടിപൊളിയായിട്ട് ചെയ്തത്. ത്രില്ലറാണ്, ത്രില്ലർ ഫാന്റസിയാണ് പരിപാടി. കണ്ടു തന്നെ അത് മനസ്സിലാകും. ത്രില്ലിംഗ് ആണ് ആദ്യം അവസാനം വരെ. ഒരു നിമിഷം പോലും പഴകല്ല. കാണാൻ തിയേറ്ററിൽ നിന്ന് കാണുന്ന പടമാണ്. തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ഞാൻ ലിറിസിസ്റ്റാണ്. ഈ സിനിമയിൽ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആലംബന എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. താങ്ക് യു. ലസ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ചേച്ചി എങ്ങനെയായിരുന്നു? നല്ല സിനിമയായിരുന്നു. അടിപൊളി. നല്ല അടിപൊളി. വെറൈറ്റി ഉണ്ട്.